നമ്മളുള്ളത് കൊച്ചിയിലെ മാരിറ്റ് ഹോട്ടലിലാണ്. നോക്ക് എന്ത് ഗംഭീരമാണ് ഇവിടുത്തെ ആംബിയൻസ്. നല്ല ഫുഡ് മാത്രമല്ല, ഹോട്ടലിലെ ആംബിയൻസും പ്രധാനമാണ് അല്ലേ. ഇവിടുത്തെ കസവ റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് സ്പെഷ്യൽ ഡിഷുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളിലേക്ക് പോയാലോ? ഒപ്പം അടിപൊളി ഡിഷുകൾ നമുക്ക് പരിചയപ്പെടാം. കൊച്ചി മാരിയറ്റിലെ ഫുഡ് ആൻഡ് ബിവറേജ് സെക്ഷനിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് നമ്മുടെ ഒപ്പം ശ്യാംജിത്ത്. ഹായ് ശ്യാംജിത്ത്. ഹായ്. എന്താണ് നമ്മളിവിടെ കൊച്ചി മാരിയറ്റിൽ 2 റെസ്റ്റോറൻറ്റ് ഉണ്ട്, കൊച്ചി കിച്ചണും ഈ കസവ റെസ്റ്റോറൻറ്റ്. ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ് വരുന്നത്? കൊച്ചി കിച്ചൺ ഓൾ ഡേ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ബുഫേസ് ആണ് ഉള്ളത്. ഇൻ ബിറ്റ്വീൻ മീൽസ് ടൈമിൽ നമുക്ക് അലാക്കാർട്ട് മെനു ഓപ്ഷൻസ് ഉള്ളത്. 24 hours വർക്കിംഗ് ആണ്. പിന്നെ കസാവ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് കേരള സ്പെഷ്യാലിറ്റി സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. അത് ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് കൂടിയാണ്. അത് അലാക്കാർട്ട് മാത്രമാണ് നമ്മളിവിടെ സെർവ് ചെയ്യുന്നത്. ലഞ്ചിനും ഡിന്നറിനും മാത്രമാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രൈവസി എനിക്ക് തോന്നുന്നു ആഗ്രഹിക്കുന്നവർ ഈ റെസ്റ്റോറൻ്റ് ആയിരിക്കും കുറച്ച് പ്രിഫർ ചെയ്യുക അല്ലേ? പ്രൈവസി, ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഫുഡ് ആണെങ്കിലും ഒരു നാടൻ ഫുഡിന് വേണ്ടിയിട്ട് മിക്കവരും നാടൻ ഫുഡാണ് ഇവിടെ നമ്മൾ സെർവ് ചെയ്യുന്നത്. അതിനകത്ത് അതുമാത്രമല്ല സീ ഫുഡ് സ്പെഷ്യാലിറ്റിയും കൂടിയാണ്. നമുക്ക് ഡെയിലി ക്യാച്ച് ഓഫ് ദ ഡേ ഉണ്ട്. അത് ഡിന്നർ ടൈമിലാണ് സെർവ് ചെയ്യുന്നത്. ലഞ്ച് ടൈമിൽ നമുക്ക് ഇലയിലൂണെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഉള്ളത്. അത് കേരള സദ്യ പ്ലസ് നോൺ വെജ് ഐറ്റംസ് കൂടി എൻ്റെ കൂടെ പാർട്ടായിട്ടുണ്ട്. അപ്പം ലഞ്ചും ഡിന്നറും മാത്രമേ നമ്മൾ കസവ റെസ്റ്റോറൻറ്റിലുള്ളൂ? ലഞ്ചും ഡിന്നറും മാത്രമാണ് കസാവ റെസ്റ്റോറൻറ്റ്. ആദ്യം പറഞ്ഞ റെസ്റ്റോറൻറ്റ് നമ്മുടെ 24 hour ആണ്. അത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചും ഡിന്നറും ബുഫേ ആയിട്ടാണ്. അതെല്ലാം ബുഫേ ആണ്. അതെ അതെ. നമ്മളിപ്പം ഇന്ന് വന്നിരിക്കുന്ന കസവ റെസ്റ്റോറൻറ്റിൻ്റെ കൂടുതൽ പരിചയപ്പെടാനും നല്ല ആംബിയൻസ് ഒക്കെയാണ് ഇവിടുത്തെ. അതെന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ടാണെങ്കിലും വരുമ്പോൾ ആംബിയൻസിൽ ഇപ്പോൾ എല്ലാവരും ഭക്ഷണം മാത്രമല്ലല്ലോ, ആംബിയൻസും ആണ് പ്രധാനം നോക്കുന്നത്. അപ്പോൾ അതിന് ബെസ്റ്റ് ചോയ്സ് ആണ് കസവ റെസ്റ്റോറൻറ്റ്. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ നമുക്കൊരു പ്രൈവറ്റ് ഡൈനിങ് റൂം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അത് ഇൻ കേസ് ഓഫ് ബിസിനസ് ലഞ്ച് അല്ലെങ്കിൽ ബിസിനസ് ഡിന്നർ ഡിസ്കഷൻ ഒക്കെ ആണെങ്കിൽ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒരു അപ് ടു 15 ഒക്കെ ആണെങ്കിൽ ഈ പ്രൈവറ്റ് ഡൈനിങ് റൂം നല്ലൊരു ഓപ്ഷനാണ്. അതെ. ഇപ്പോൾ ഈ കസവ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണപ്രേമികൾ പ്രിഫർ ചെയ്യുന്ന ഓർഡർ ചെയ്യുന്ന ഒരു വിഭവമാണ് നമുക്കിന്ന് ഷെഫ് ഇവിടെ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ കുക്കിങ്ങിലേക്കും ഷെഫിനെ ഒന്ന് പരിചയപ്പെടാൻ, കുക്കിങ്ങിലേക്കും പോകാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് കണ്ടോ, ഒരുപാട് ഫിഷുകൾ, വെറൈറ്റി ഫിഷുകളും ചെമ്മീനും ഞണ്ടും ലോബ്സ്റ്ററും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ആവശ്യമുള്ളത് തിരഞ്ഞെടുത്താൽ ഇഷ്ടപ്പെട്ടവർക്ക് ഏത് ഫിഷ് വേണമെങ്കിലും അപ്പം തന്നെ ഫ്രൈ ആക്കി കൊടുക്കുകയും ചെയ്യും. ഇത് കസവ റെസ്റ്റോറൻറ്റിലെ ഷെഫ് ബിനീഷാണ് നമ്മോടൊപ്പം ഉള്ളത്. ഷെഫിനോട് ചോദിക്കാം ഇന്ന് എന്ത് ഐറ്റമാണ് നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. മീനും ഞണ്ടും ചെമ്മീനും ഒക്കെ ഉണ്ട്. ഏത് ഐറ്റം നമുക്ക് ചോദിക്കാം. ഇന്ന് ഏതാണ് നമുക്ക് ഡിഷ്? നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം, സ്പെഷ്യലല്ല, നോർമലി നമ്മൾ കേരളത്തിലുള്ള ഒരു ഐറ്റം, മീൻ മാങ്ങ ഇട്ട കറി. അത് നമ്മൾ കാളാഞ്ചി വെച്ച് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ ഇതിൽ അവർക്ക് ഇഷ്ടമുള്ള ഗസ്റ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ ഗസ്റ്റിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഗസ്റ്റ് ഏത് പ്രിപ്പറേഷനാണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി 2 മാറിനേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ കേരള മാറിനേഷനും കേരള സ്പൈസി മാറിനേഷനും പിന്നെ ബട്ടർ ഗാർലിക് മാറിനേഷനും ഉണ്ട്. പിന്നെ ചില ഗസ്റ്റ് കറി ആവശ്യപ്പെടും, കറി വെക്കാനായിട്ട്. അങ്ങനെ കറി വെച്ച് കൊടുക്കും. പിന്നെ പൊള്ളിച്ചത്, ഗസ്റ്റ് ഏത് പ്രിപ്പറേഷൻ ആവശ്യപ്പെടുന്നോ നമ്മൾ അതേ രീതിയിൽ തയ്യാറാക്കി കൊടുക്കും. ഇന്ന് നമ്മൾ ഏതാ എടുക്കുന്നത്? ഇവിടെ കൂടുതൽ ഗസ്റ്റ് കറിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന കാളാഞ്ചി മാങ്ങയിട്ട് കറിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അത് വെച്ച് പറഞ്ഞ് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ക്യാപ്പൊക്കെ വെച്ച് കിച്ചണിലെത്തി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. മാങ്ങയിട്ട കാളാഞ്ചി കറി ആയിരുന്നു ഷെഫ് ബിനീഷ് തയ്യാറാക്കുന്നത്. ആദ്യം കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത്. ഓക്കെ. കോക്കനട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. ചൂടാക്കി നമുക്ക് കുറച്ച് ഉലുവ പൊട്ടിക്കാം. ഉലുവ മൂത്തിട്ടുണ്ട്. പിന്നെ നമുക്ക്
ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ചുവന്നുള്ളി അരിഞ്ഞത്. നന്നായിട്ടൊന്ന് വഴറ്റും. വെളിച്ചെണ്ണ ചൂടായിട്ട് പിന്നെ ഉലുവ ഇട്ടു, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അല്ലേ? അല്പം ഒന്ന് ബ്രൗൺ ആയി കഴിയും. ബ്രൗൺ ആകുമ്പോൾ നമുക്ക് നല്ല ബ്രൗൺ ആയി എടുക്കണം. നല്ല ബ്രൗൺ അല്ല, ഒരു ലൈറ്റ് ബ്രൗൺ ആയി കാണുമായിരുന്നു. നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇടും, കറിവേപ്പില. തീ കൂട്ടി വെച്ച് തന്നെ വഴറ്റിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവശ്യമുള്ള ചേരുവകളെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ മുളക് പൊടി ഇടാം. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. ആവുമ്പോൾ നല്ല നിറവും കൂടെ വരും. അതെ, കാശ്മീരി മുളക് പൊടിയുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി, അല്പം മഞ്ഞപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കും. കുറച്ച് വെള്ളം ഒഴിക്കും. മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി ചേർത്തിട്ടില്ലല്ലോ? മല്ലിപ്പൊടി ഇല്ല. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മൂപ്പിച്ചിട്ട് മുളക് പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മാങ്ങയിട്ട് ആദ്യമേ ഒന്ന് വേവിക്കാം. ഓക്കെ. കാളാഞ്ചി പെട്ടെന്ന് വേകുന്ന ഒരു മീനാണ്. ഓക്കെ. അപ്പം നമ്മൾ മാങ്ങ ആദ്യമേ തന്നെ ഒരു കുറച്ച് കുക്കായതിനു ശേഷം മീൻ ഇട്ടാച്ചാൽ മതി ഇതിലേക്ക്. ആദ്യമേ നമുക്ക് മാങ്ങ ഇട്ട്. സാധാരണ ഈ കാളാഞ്ചിയൊക്കെ മാങ്ങ ഇട്ട് വെക്കുന്നതാണോ? ഈ അയലയൊക്കെ കേട്ടിട്ടുണ്ട്. അയലയും വെക്കാം, എല്ലാം വെക്കാം അല്ലേ? വീട്ടിൽ എല്ലാം നടക്കുമല്ലോ. വീട്ടിൽ വെക്കാൻ നേരത്തെ ഇപ്പം മാങ്ങയുള്ള സീസണിൽ നമ്മൾ മാങ്ങ ഇട്ട് വെക്കും. കുടംപുളിയുള്ള സമയത്ത് കുടംപുളി ഇട്ട് വെക്കും. നമ്മുടെ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് മാങ്ങ ചേർത്താൽ മതി അല്ലേ? അതെ. അപ്പം പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ചേർത്ത് വെക്കും, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷേ മെയിനായിട്ടുള്ള അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ ടേസ്റ്റ് തന്നെ. ഉപ്പിടാം. മാങ്ങ പകുതി വന്നിട്ടുണ്ട്. നമുക്കിനി ഫിഷ് അതിലേക്ക് ഇടാം. ഉപ്പും എല്ലാം നമ്മൾ ചേർത്തല്ലോ അല്ലേ? ഉപ്പ് ചേർത്തു. ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യണം. ഓക്കെ. അപ്പം നമ്മൾ മീൻ തിളക്കണ്ടേ ഇത്? തിളച്ചിട്ടുണ്ട്. ഓക്കെ. മീൻ ആഡ് ചെയ്യാണ്. ഫ്ലഷ് മാത്രമേ ഉള്ളൂ അല്ലേ ഫിഷിൻ്റെ? അതെ, ഫ്ലഷ് മാത്രമേ എടുത്തുള്ളൂ. നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ്. ഓക്കെ. മുള്ളെല്ലാം മാറ്റിയിട്ട്. അപ്പോൾ ഒരുപാട് സമയം എടുക്കത്തില്ല. കാളാഞ്ചി പെട്ടെന്ന് വേകുന്ന മീനാണ്. ഒരു 5 മിനിറ്റ് മാക്സിമം. ഏകദേശം ഇപ്പം ഫിഷ് ആയിട്ടുണ്ടോ? ഫിഷ് ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം കാളാഞ്ചിക്ക് വേവ് കുറവായതുകൊണ്ട് പെട്ടെന്ന് പാകാവും അല്ലേ? മീൻ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചിട്ട് ഫിനിഷ് ചെയ്യണം. ഫ്രഷ് കോക്കനട്ട് മിൽക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് ഫൈനലിൽ തേങ്ങാപ്പാൽ ചേർത്ത് ഫിനിഷ് ചെയ്യണം. ഓക്കെ. ഇത് നമുക്ക് ആദ്യമൊന്നും ഈ തളയൊന്നും നിന്നിട്ട് കോക്കനട്ട് മിൽക്ക് ഒഴിക്കാവും. അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ആയ കാരണം പെട്ടെന്ന് പിരിഞ്ഞു പോകും. കോക്കനട്ട് ചേർത്ത കറിക്ക് ഷെൽഫ് ലൈഫ് കുറവാണല്ലോ. അതെ, ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ആണെങ്കിൽ. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ മേലെ നമുക്കൊരു തടുക്കയും കൂടി അടിച്ചു കൊടുക്കും. തടുക്ക ഇട്ട് കൊടുക്കണം. തടുക്ക എന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിക്കണം. താളിച്ച് ചെറുള്ളി താളിക്കണം. കടുകും ചെറിയുള്ളിയാണ്. കടുക് വെളിച്ചെണ്ണയിൽ കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി എല്ലാം ചേർത്തിട്ട് നമ്മുടെ താളിപ്പ് റെഡിയാണ്. ഗാർണിഷ് പോലെയാവും. ഗാർണിഷും അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കൂടിയാണ്. നമ്മൾ താളിപ്പിട്ട് ചെയ്യാൻ നേരത്ത് കറിയുടെ ടേസ്റ്റ് ശരിക്കും ചേഞ്ച് ആവുന്നുണ്ട്. കുറച്ചുകൂടി അട്രാക്റ്റഡ് ആവും. ചോറിനും അപ്പത്തിനും ഒക്കെ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ലതാണ്. അപ്പത്തിൻ്റെ കൂട്ടത്തിൽ നല്ലതാണ്. ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിൽ നല്ല കോമ്പിനേഷൻ നല്ലതാണ്. കസവ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണപ്രേമികൾ ഓർഡർ ചെയ്യുന്നതാണ് ഈ ഫിഷ് കറി അല്ലേ? ഫിഷ് കറി, അതെ. മീൻ മാങ്ങാക്കറിയാണ്. മീൻ മാങ്ങാക്കറി. എല്ലാ മീനും മാങ്ങ ഇട്ട് വെക്കാം. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന കാളാഞ്ചി മാങ്ങ ചേർത്ത കറിയാണ് വെച്ചത്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ഓർഡർ ചെയ്യുന്ന വിഭവം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. കാളാഞ്ചി മാങ്ങ ഇട്ട കറി.
അപ്പോൾ നമ്മുടെ കാളാഞ്ചി മാങ്ങയിട്ട കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് രുചിച്ച് നോക്കാം. സ്പൂണായതുകൊണ്ട് മീനിൻ്റെ കഷ്ണമൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യമേ അതിൻ്റെ ഒരു ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. മാങ്ങയുടെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ പുളി അധികവും ഇല്ല, എല്ലാം പാകത്തിനാണ്.